നമ്മളെ ഒരാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നതിന് നിങ്ങൾ സധൈര്യം നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥ ഉണ്ട്. ആ നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത് ആരാണെങ്കിലും ശരി, അദ്ദേഹത്തിന് ഉന്നതമായ ബന്ധങ്ങൾ പലതും ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ വീട് പോലും ഇപ്പോൾ തിരിച്ചടവ് മുടങ്ങിയിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇദ്ദേഹം തട്ടിപ്പ് ചെയ്യുന്നതിന് കൂടുതൽ ഇരയായിട്ടുള്ളത് സ്ത്രീകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നത്. നമസ്കാരം. 3 വർഷം മുമ്പാണ് സേവ് ബോക്സ് ബിഡിംഗ് ആപ്പിന്റെ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത മറുനാടൻ പുറത്തുവിടുന്നത്. ചാവക്കാട് സ്വദേശിയായുള്ള മുനീർ ഖാദർ ആയിരുന്നു അന്ന് പരാതിക്കാരൻ. മുനീർ ഖാദറിന്റെ വെളിപ്പെടുത്തലാണ് മറുനാടൻ പുറത്തുവിട്ടത്. അങ്ങനെയാണ് സേവ് ബോക്സ് ബിഡിംഗ് ആപ്പിന്റെ തട്ടിപ്പിന്റെ വാർത്ത പുറം ലോകം അറിയുന്നത്. ഇന്ന് ജയസൂര്യയെയും ഭാര്യയെയും അടക്കം ED ചോദ്യം ചെയ്തു. എന്തായാലും അന്ന് മുനീർ ഖാദർ മറുനാടിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു ബിഡിംഗ് ആപ്പിനെ കുറിച്ച് ഒരു പരാതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സേവ് ബോക്സ് ബിഡിംഗ് ആപ്പിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന സ്വാദിഖ് റഹീം, പൂനം സ്വാദിഖ് റഹീം എന്ന് തൃശ്ശൂർ അറിയപ്പെടുന്ന വിയ്യൂർ സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ്. നിരവധി പരാതികൾ നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരിക്കും. ഞാനും അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിനിരയായ ഒരു വ്യക്തിയാണ്. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിഡിംഗ് ആപ്പ് എന്ന് അറിയപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ തന്നെ ഒട്ടുമിക്ക എല്ലാ മലയാള ഇൻഡസ്ട്രിയിലുള്ള സെലിബ്രിറ്റികളെയും ഉപയോഗപ്പെടുത്തി പ്രൊമോട്ട് ചെയ്തു വരുന്ന ഒരു ബ്രാൻഡാണത്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് തന്നെ, അതിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് തന്നെ നിരവധി പരാതികളും കമൻസുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ പല വിവിധ മേഖലയിലേക്ക് അവരുടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സേവ് ബോക്സ് എക്സ്പ്രസ്, ഡിജി സേവ്, പിന്നെ അതുപോലെ തന്നെ ക്രിപ്റ്റോ, റോബോട്ടിക്കൽ ട്രേഡിംഗ് ഒക്കെ, പിന്നെ അതുപോലെ തന്നെ സേവ് ബോക്സ് ടെക്നോളജീസ് ലിമിറ്റഡ്, സ്റ്റാർട്ടപ്പ് മെൻറ്റർഷിപ്പ്, കോർപ്പറേറ്റ് മെൻറ്റർഷിപ്പ്, ലീഗലൈസേഷൻ, ആർബിട്രേഷൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പ്രൊഫൈലുകൾ അദ്ദേഹം ക്യാരി ചെയ്യുന്നു. നിരവധി ഫോൺ നമ്പേഴ്സ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ അറിവിൽ മാത്രം ഏകദേശം 6 കോടി രൂപയോളം ഇദ്ദേഹം പല വ്യക്തികളിൽ നിന്നായിട്ട് 1 ലക്ഷം മുതൽ 60 ലക്ഷം, 1 കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. നഷ്ടപ്പെട്ടവരിൽ പലരും ഇത് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരാൻ അവർ ഭയപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമല്ലോ ഇരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. കൂടുതൽ പേരും ഭയപ്പെട്ടാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളെടുത്ത് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കുമുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും 1 രൂപ തിരിച്ചു തരുന്നുണ്ടെങ്കിൽ അത് പുതിയ ഇരകളെ പറ്റിച്ചുകൊണ്ടും അവരുടെ കിടപ്പാടും വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന പൈസ പറ്റിച്ചിട്ടുള്ള ഒരു വിഹിതമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും 1 രൂപ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക. പലരുടെയും സ്ഥിതി വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. പക്ഷെ അവരാരും പുറത്തേക്ക് വരാൻ മടിക്കുന്നു ഭയപ്പെട്ടിട്ടാവാം, അല്ല നാണക്കേട് കൊണ്ടാവാം. പക്ഷെ നമ്മളെ ഒരാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നതിന് നിങ്ങൾ സധൈര്യം നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വീണ്ടും വിക്ടിംസുകൾ ഉണ്ടായിരിക്കുന്നു. ഇദ്ദേഹം 1 മാസമായിട്ട് ഇപ്പോൾ ഒളിവിലാണ്. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് മറ്റുള്ള ആർക്കും അറിവില്ല. ഒരു 6-7 നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അതിലെല്ലാം ബന്ധപ്പെട്ടു ഇപ്പോഴും അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ അദ്ദേഹം വീട്ടിലില്ല. അദ്ദേഹം ചിലപ്പോൾ ശ്രീലങ്കയിലാണെന്ന് പലരോടും പറയുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ, ഗോവയിലൊക്കെ കടന്നെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയില്ല. ഇദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ ദുബായിലുണ്ടായിരുന്നപ്പോൾ അവിടെയും ഒരു ചെറിയ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ പല സമാനമായിട്ടുള്ള തട്ടിപ്പുകളും ഇദ്ദേഹം നടത്തിയതായിട്ട് അറിയുന്നു. അപ്പോൾ ഇതിന് ഒരു മീഡിയ ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഒരു ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഇതിന് ചെയ്യേണ്ടതായിട്ടുള്ള വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പേരിൽ എടുക്കാൻ മടിക്കുന്നു എന്നുള്ളൊരു പലരും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥ ഉണ്ട്. ആ നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത് ആരാണെങ്കിലും ശരി, അദ്ദേഹത്തിന് ഉന്നതമായ ബന്ധങ്ങൾ പലതും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. രാഷ്ട്രീയപരമായിട്ടും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണെങ്കിലും ബിസിനസ് പരമായിട്ടും അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളുമായിട്ട് ഇരിക്കുന്നവരായിട്ട് ബന്ധം ഉണ്ടാവും. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ ആരെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് കൊണ്ടുവരാം. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്? കാരണം വലിയൊരു എമൗണ്ടുകളാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. 10-20 കോടി രൂപയോളം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫണ്ടെല്ലാം എന്തിനു വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു?
യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്, ഈ ഒരു ബിഡ്ഡിംഗ് ആപ്പിൻ്റെ പുറകിൽ അദ്ദേഹം എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ള വളരെ അത്യാവശ്യമാണ്. അതിന് ഇവിടുത്തെ മീഡിയകളാണെങ്കിലും ശരി, ഞങ്ങൾ പല മീഡിയകളായിട്ട് അന്വേഷിക്കുമ്പോഴും ഈ മീഡിയ പുറത്തു വരാത്ത വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മീഡിയ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വിടാത്തതെന്നുള്ളതും വളരെ ദൗർഭാഗ്യകരമായൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും ഇത് അന്വേഷിച്ചിട്ട് ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ട്, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, അല്ല മറ്റു എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സമാനമായ കംപ്ലയിൻറ്റ് ഇദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പല ഏജൻസികൾക്കും പോയിട്ടുള്ളതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മോട്ടീവ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്, ഈ പണം തട്ടിച്ച പണമെല്ലാം എവിടെ പോയിട്ടാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നെല്ലാം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഈ സേവ് ബോക്സ് ബിഡ്ഡിംഗ് ആപ്പ് സാദിഖ് റഹീമിൻ്റെ തട്ടിപ്പിന് ഇരയായവർക്ക് എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് പലരും കടന്നു വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഫണ്ട് പോയിട്ടുണ്ട്, 5 ലക്ഷം രൂപയോളം എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ പറ്റിച്ചിരിക്കുന്ന മറ്റ് വ്യക്തികളെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഇതിനെതിരെ പലരും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പലരും പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ മടിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ മറ്റു പലരും ലീഗലായിട്ട് പോകാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിലൊരു തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്ത ആൾക്കാർ പോലും ഇദ്ദേഹത്തിൻ്റെ ആ ലോൺ എമൗണ്ട് പോലും ഇദ്ദേഹം പറ്റിച്ചു പോയൊരു സംഭവമുണ്ട്. അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരൻ്റെ ഒരു ഭാവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ, അദ്ദേഹത്തിൻ്റെ വീട് പോലും ഇപ്പോൾ തിരിച്ചടവ് മുടങ്ങിയിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പായത്, സ്കാം ആയതുകൊണ്ട് ഇദ്ദേഹം തട്ടിപ്പ് ചെയ്യുന്നതിന് കൂടുതൽ ഇരയായിട്ടുള്ളത് സ്ത്രീകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ 5-6 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും സമാനമായ രീതി എറണാകുളം, മലപ്പുറം, കാലിക്കറ്റ്, ബാംഗ്ലൂർ, ഗോവ എന്നീ ഏരിയകളിലും ഇവരുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ എന്താണെങ്കിലും ഒരു മീഡിയ അന്വേഷണം, അതോടൊപ്പം തന്നെ ഒരു ലീഗൽ ആക്ഷൻ ഇതിന് രൂപപ്പെട്ടു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയും ഇതിനൊരു ഇരകൾ ഇനി ഉണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ തയ്യാറായിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിഡ്ഡിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിന് സാധാരണ നമ്മളൊരു പഞ്ചായത്തിലെ ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചാൽ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ പോലെ ഒരു ബിഡ്ഡിംഗ് ആപ്പ് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഒരു ബിഡ്ഡിംഗ് ആപ്പ് ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഫ്ലേവേഴ്സ് ഇതിൽ വരുന്നതുകൊണ്ട് ആ ആപ്പിന് ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ മിനിസ്ട്രിയിൽ പോലും ഇദ്ദേഹം നേരിട്ട് പോയി അപേക്ഷിക്കുകയും അതിന് നിരന്തരമായുള്ള ഫലം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയെന്ന് പറയുന്നു. പിന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിന് ഏറ്റവും നല്ല ഓൺട്രപ്രനർ അവാർഡ് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ കാരവൻ ടൂറിസം പോലുള്ള നമ്മളുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് കാരവൻ ടൂറിസം നമ്മളുടെ കേരളത്തിൻ്റെ. അതിന് ഏറ്റവും പ്രൊമോട്ടറായിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇവരെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു. പിന്നെ സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ആമസോണും അതുപോലെ DHL പോലുള്ള ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിൽ നിന്ന് 10 ലക്ഷം രൂപയായിട്ട് കളക്ട് ചെയ്യുന്നു. പിന്നെ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വെറും 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്നായിട്ട് ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷിപ്പിക്കുന്നു. പിന്നെ കേരളത്തിലുടനീളം സേവ് ബോക്സ് സ്റ്റോർ എന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവർ പലരിൽ നിന്നായിട്ട് കാശും മറ്റതും മേടിച്ചെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ പുതിയ സ്റ്റാർട്ടപ്പ് മോഹങ്ങളുമായിട്ട് നടക്കുന്ന, അത് നല്ലൊരു കോൺസെപ്റ്റ്, ഇന്നോവേറ്റീവായിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ ഇവർ ആകർഷിച്ചിട്ട് ഇവർ മെൻറ്റർഷിപ്പാണ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇവർ കൊണ്ടുവരാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാർട്ടപ്പ് മോഹമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ ഇവരെ ട്രാപ്പിലാക്കുകയും അവരുടെ ടെക്നോളജി അല്ല ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇവർ കളക്ട് ചെയ്തുകൊണ്ട് അത് പുറമേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ എമൗണ്ട് ഇവർ മറ്റു പലരിൽ നിന്ന് മേടിക്കുകയും ഈ യുവാക്കളുടെ അല്ലെങ്കിൽ അവരുടെ ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ പുറത്തേക്ക് ഇവർ വിറ്റിട്ട് കാശുണ്ടാക്കുന്ന രീതികളെല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പല ഓരോ വ്യക്തികളിൽ നിന്നും ഇവർ കളക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ്.
അപ്പോൾ എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. പിന്നെ റോബോട്ടിക് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ക്രിപ്റ്റോ റോബോട്ടിക് ട്രേഡിംഗ്, അതായത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും ഇവർക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ നിരവധിയാണ് ഇവരെക്കുറിച്ചുള്ള പരാതി. ഇദ്ദേഹത്തിന് ഇപ്പോൾ തുടങ്ങുന്ന ഈ സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് തുടങ്ങിയിട്ട് 2020 ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേയും ഇദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡ്സ്, അത്ര നല്ല റെക്കോർഡ്സുകളല്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നിരവധി ക്യാമറ റെൻ്റ് എടുത്തിട്ട് തട്ടിക്കുന്നു, വണ്ടികൾ വാടകയ്ക്ക് എടുത്തിട്ട് മറിച്ച് വിൽക്കുന്നു. അങ്ങനെ നിരവധി കംപ്ലയിൻസുകളും എലിഗേഷൻസുകളാണ് ഇദ്ദേഹത്തിനെതിരെ വരുന്നത്. അപ്പോൾ അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്ന് അതിൽ ഇരയായിട്ടുള്ള ആൾക്കാർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ പേഴ്സണലി ഇതിന് ഓൾറെഡി പരാതിയായിട്ട് കോടതിയിലൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ രേഖാമൂലം ലീഗലി അതിന് വേണ്ട എല്ലാ സ്റ്റെപ്സുകളും എടുത്തിട്ട് അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയക്കുകയും വക്കീൽ നോട്ടീസിന് മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അത് ഓൾറെഡി കേസ് രജിസ്റ്റേർഡ് ആണ്. അടുത്ത ഒരു ഹിയറിങ്ങിന് വെച്ചിട്ടുള്ള ഡിസംബറിലാണ്. പ്ലസ് അതിൻ്റെ മറ്റേ DGP അല്ലെങ്കിൽ കമ്മീഷണർ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട നിയമ പാലകർക്കും ഞാൻ അതിൻ്റെ ഒരു പരാതി അയക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ അത് കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. പലരും ഇദ്ദേഹത്തിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പലരും ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെയുള്ള പല ഇതുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയപ്പെട്ടിട്ടായിരിക്കാം പലരും ഇതിന് മുന്നോട്ട് പറയാൻ മടിച്ചു നിൽക്കുന്നത്. പിന്നെ വലിയ എമൗണ്ടുകൾ പോയിട്ടുള്ളതൊക്കെ ഹൈ പ്രൊഫൈലിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇത് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൊണ്ട് പലരും പറയുന്നില്ല. പക്ഷേ ഇനിയും ഇതിൽ ആളുകൾ പുതിയതായിട്ട് ട്രാപ്പ് ആവരുത് ഈ സേവ് ബോക്സ് അല്ലെങ്കിൽ സ്വാദിഖ് റഹീം എന്ന വ്യക്തിയുടെ ട്രാപ്പിൽ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊരു 10-18 പേരുടെ പരാതി അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ ഗ്യാദർ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗ്യാദർ ചെയ്യുന്നതിന് പുറത്ത് ഇതിനോട് സഹകരിക്കാതെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരും പലതുണ്ട്. അവരുടെ ഇൻഫോർമേഷൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ അന്വേഷണ ഏജൻസികൾക്കും ബാക്കിയും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പിന്നെ ഇതിനുമായിട്ട് നമ്മൾക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് ആർക്കാണെങ്കിലും ഇത് സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും അവർക്ക് വേണ്ട ലീഗൽ സപ്പോർട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അഡ്വൈസസും നമ്മൾ എന്താണെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവിധ പിന്തുണയും നമുക്കുണ്ടാവുന്നതാണ്.